നമ്മൾ മുട്ട പൊരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ഉപ്പ് ആദ്യം നമ്മൾ പുഴുങ്ങി വെക്കണേ മുട്ട, എന്നിട്ട് നമ്മളിങ്ങനെ പകുതിയാക്കിയിട്ട് മുറിച്ച് വെക്കണം. ഇനി ഇതിൽ കുറച്ച് മുളക് ഇടുക. ഇതിൽ കുറച്ച് എരിവ് കൂടുതലായതുകൊണ്ട് നമ്മൾ അത്രയും ഇടുന്നുള്ളൂ. പിന്നെ നമ്മൾ കുരുമുളകാണ് ഇടുന്നത്. കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അത് നമ്മളൊന്ന് മിക്സാക്കാൻ. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ വെള്ളമാക്കണം. ഓക്കെ, ഏകദേശം ഇത് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെക്കാൻ. ഗ്യാസ് ഉണക്കി പാൻ വെച്ചു. ഇത് കുറച്ച് ചൂടായിട്ട് വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാനിന് ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒന്ന് എണ്ണയാക്കുക. ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം. അതിനുശേഷം നമുക്കിങ്ങനെ മുട്ട ഇങ്ങനെ ആക്കണം. ഇതിൻ്റെ എല്ലാം ഒന്ന് പെരക്കി മിക്സാക്കിയിട്ട് കൊടുക്കുക. പിന്നെ ലേശം ഇതിൻ്റെ മേലെ ആകുമ്പം ഇതാവും, പൊട്ടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ചും ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും. പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ സ്പൂൺ കൊണ്ട് വെച്ച് ചെയ്യാത്തത്. ഓക്കെ, ഇതിങ്ങനെ മിക്സാക്കി ഓരോന്നായിട്ട് വെക്കുകയാണ്. ഇത് നമുക്കിത് പൊരിച്ചെടുക്കാം. ഇങ്ങനെ കുറേ ഇതെല്ലാം കൂടി കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ബാക്കിയെല്ലാം കംപ്ലീറ്റ്. അപ്പോൾ പാൻ ഏകദേശം ചൂടായി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെക്കാം. അടുത്ത ഒന്നുകൂടെ നമുക്ക് ബാക്കിയുണ്ട്, ഇതും കൂടെ അങ്ങ് വയ്ക്കുക. ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേത്ത് ഒഴിക്കണം. സ്പൂൺ വെച്ച് നമ്മൾ ചെയ്യാണ്. തീ പൊള്ളുന്നുണ്ട്. ഇതിന് പൊരിച്ച് നമുക്ക് ഓരോ മറിച്ചിട്ട് വെക്കണം. കുറച്ചൊന്നും ഇതാവട്ടെ. കഴിക്കുന്ന മീനില്ലാത്തതുകൊണ്ട് നമ്മൾ മുട്ട പൊരിച്ചാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഓരോന്നോരായിട്ട് നമുക്ക് തിരിച്ചിട്ട് വെക്കാം. ഓക്കെ ഓക്കെ, ഓവർ കരിയണ്ട കേട്ടോ. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് വെക്കാം. മുട്ടയാണ് കുറച്ച് പൊട്ടും. നമുക്കിത് ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് മുട്ട പൊരിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ ഓഫാക്കി വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാം കേട്ടോ.